അനുകരണം. അതുപോലെ തന്നെ ഏറ്റവും ജനപ്രിയ മാധ്യമമായ സിനിമയിലെ ഏറ്റവും സങ്കീർണമായ ഒരു സാങ്കേതികതയാണ് ഡബ്ബിംഗ് അല്ലെങ്കിൽ തിരശ്ശീലയിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുക എന്നുള്ളത്. പലപ്പോഴും അഭിനയിക്കുന്ന താരങ്ങളായിരിക്കില്ല ശബ്ദം നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ ഈ ഡബ്ബിങ്ങിനെയും താരാനുഗതത്തെയും പുറത്തിറക്കിക്കൊണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ ദ മലയാളം മിമിക്രി വേൾഡ് തിരുവനന്തപുരം കലാഭവൻ പ്രൗഡ്ലി പ്രസന്റ് ബിഫോർ യു സ്പോട്ട് ഡബ്ബിംഗ് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്പോട്ട് ഡബ്ബിംഗ് വേദിയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്പോട്ട് ഡബ്ബിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രജിത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താരാനുഗതത്തിൽ എന്താണ് ചെയ്യുന്നത്? ചേട്ടാ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കാവ്യമാധവന്റെ സാധാരണ വോയിസ്. കാവ്യമാധവന്റെ ഇന്റർവ്യൂയിലൂടെ മറ്റും നമ്മൾ കേട്ടിട്ടുള്ള കാവ്യമാധവന്റെ ശബ്ദത്തിലേക്ക് കാവ്യമാധവൻ. എന്തോറാൾക്കാരവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ പുത്തനമ്പലം എന്ന മനോഹരമായ നാട്ടിൽ വന്ന് നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് നായികാവേഷം ചെയ്യുന്നത് ചന്ദ്രദിക്കുന്ന ദിക്കിലെന്ന സിനിമയിലാണ്. ലാലു ചേട്ടൻ്റെ ഫിലിമായിരുന്നു. ദിലീപേട്ടനായിരുന്നു ഹീറോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, ഒക്കെ ദിലീപേട്ടനെ അറിയൂ. എന്തായാലും സ്പോട്ട് ഡബ്ബിംഗിലേക്ക് കിടക്കുകയാണോ? തിരശ്ശീലയിലെ കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നു. ഏത് സിനിമയിലെ ഏത് കഥാപാത്രത്തിനാണ്? കിലുക്കം എന്ന ചിത്രത്തിലെ രേവതി. മലയാളികളെക്കാളും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കിലുക്കം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ രേവതിയുടെ കഥാപാത്രത്തിന് ഇതേ വേദിയിൽ നിന്നുകൊണ്ട് ശബ്ദം നൽകുകയാണോ പ്രജസ് ഓഗസ്റ്റ? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പം കരുത പറയാം, എന്റെ അമ്മാവിന്റെ വകയല്ല ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവിന്റെ വകയാണ് ഹോട്ടലിൽ നിന്ന്. അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പോൾ ഒരുത്തന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കുട എടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കുടിയെ പിടിച്ച് വലിച്ചപ്പോ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിലെറിഞ്ഞ് പൊട്ടിച്ചു. എന്നിട്ട് ഒരുത്തന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്തൊന്ന് പറഞ്ഞു, അവന്റെ അടി ഹോട്ടലിൽ നിന്ന്. അപ്പം ഞാൻ അവന്റെ അപ്പൂപ്പനെ അമ്മമ്മേനെ ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അവൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്.